നമസ്കാരം. KSRന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഒന്നാമത്തെ ചോദ്യം: The maximum amount of overpayment that can be recovered from substance allowance of an officer. ഒരു ഓഫീസറുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓഫീസറിന് ലഭിക്കുന്ന ശമ്പളമാണ്, അലവൻസ് ആണ് സബ്സിസ്റ്റൻസ് അലവൻസ്. ആ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് പരമാവധി റിക്കവറി നടത്താവുന്ന, പിടിക്കാൻ പറ്റിയ തുക എത്രയാണ്? അത് എത്ര ഭാഗമാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1/3 ആണ്. 1/3 മാത്രമേ ആ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് റിക്കവറി ആയിട്ട് നടത്താൻ പാടുള്ളൂ. 1/3. അടുത്ത ചോദ്യം: If an officer under suspension dies before the disciplinary or court proceedings instituted against are concluded, the period from the date of suspension to death shall be treated as. ശ്രദ്ധിച്ചു കേൾക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം തീർപ്പാകുന്നതിന് മുമ്പ്, കേസുകളൊക്കെ ഡിസിപ്ലിനറി നടപടി പ്രൊസീഡിങ്സ് ഒക്കെ തീർപ്പാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പീരീഡ് എന്തായിട്ടാണ് പരിഗണിക്കുക? ഷാൽ ബി ട്രീറ്റഡ് ആസ്. ഇപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, ഉദാഹരണത്തിന് 5 മാസം കഴിഞ്ഞു, അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട പരാതികളോ പ്രശ്നങ്ങളോ ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായില്ല. തീരുമാനമാവുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടാൽ ഓർമ്മിക്കുക, ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്. ആ സസ്പെൻഷൻ പീരീഡ്, മരണപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ വീണ്ടും ഒരു എൻക്വയറിയോ റിപ്പോർട്ടോ ഒരു പ്രൊസീഡിങ്സോ ഇല്ല. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട പീരീഡ് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ചിരിക്കുക. സസ്പെൻഷനിലിരിക്കെ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് എതിരെ വീണ്ടും അന്വേഷണമോ നടപടികളോ ഇല്ല. ആ പീരീഡ് ഡ്യൂട്ടി ആയിട്ട് പരിഗണിച്ച് അദ്ദേഹത്തിന് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ നൽകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പീരീഡ് ഓഫ് ഡയസ്നോൺ വിൽ നോട്ട് കൗണ്ട് ഫോർ. ഡയസ്നോൺ എന്തിനു പരിഗണിക്കില്ല? താഴെ ഓപ്ഷൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഏൺ ലീവ്, പെൻഷൻ, ഇൻക്രിമെന്റ്, അപ്പ് പേ ലീവ്. ഓരോന്ന് നമുക്ക് ഡയസ്നോൺ ഹാഫ് പേ ലീവിന് പരിഗണിക്കും, ഇൻക്രിമെന്റിന് പരിഗണിക്കും, പെൻഷന് പരിഗണിക്കും. എന്നാൽ ഏൺഡ് ലീവിന് പരിഗണിക്കില്ല. അതായത് 11 ദിവസത്തെ ഡ്യൂട്ടിക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസം ലഭിക്കുന്നതാണല്ലോ ഏൺ ലീവ് എന്ന് പറയുന്നത്. 11, അതായത് മിക്കവാറും അത് വെക്കേഷൻ ഇല്ലാത്ത സ്റ്റാഫിനാണ് ഈ ഏൺ ലീവ് ഉള്ളത്. അപ്പോൾ ഏൺ ലീവ് 11 ഡ്യൂട്ടിക്ക് ഒരു ദിവസം വെച്ചാണ് ഏൺ ലീവ് കിട്ടുന്നത്. ആ ദിവസം കണക്കാക്കാൻ വേണ്ടി ഈ ഡയസ്നോൺ പരിഗണിക്കില്ല. മറ്റെന്താ ഏൺ ലീവിന് പരിഗണിക്കാത്ത മറ്റൊരു ലീവ് പറയാൻ പറ്റുമോ? അത് മെറ്റേണിറ്റി ലീവാണ്. മെറ്റേണിറ്റി ലീവും ഏൺ ലീവിന് പരിഗണിക്കില്ല. ഏത് തരം ലീവ് എടുത്താലും ഏൺ ലീവിന് പരിഗണിക്കാറില്ല. ഓക്കെ. അടുത്ത ചോദ്യം: അറ്റ് പ്രസന്റ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ഈസ്. അറ്റ് പ്രസന്റ് ഇപ്പോ ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്രയാണ്? ഈ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. സോ ഹിയർ ദി ആൻസർ ഈസ് നോ ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: every employee who enters government service on or after shall enroll as a member of the group insurance scheme. അതായത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ അംഗമായിരിക്കണം. ഏതിന് ശേഷം ജോയിൻ ചെയ്യുന്ന എല്ലാവരും, ഏത് ഡേറ്റിന് ശേഷം ജോയിൻ ചെയ്യുന്ന എല്ലാവരും. ആ ഡേറ്റ് 1/9/1984 ആണ്.
1/9/1984 ശേഷം സർവീസിൽ ജോയിൻ ചെയ്ത് എല്ലാവരും നിർബന്ധമായിട്ടും ചേരേണ്ട ഒന്നാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, അത് ഓർമ്മിച്ചു വെക്കുക. 1/9/1984. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum period fixed for a employee for deputation to foreign service. ഫോറിൻ സർവീസിൽ ഒരു എംപ്ലോയിക്ക് പരമാവധി എത്ര കാലമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? അറ്റ സ്ട്രെച്ചില്ല, ശരിക്കും അത് 5 വർഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഡക്ഷൻ ഫ്രം സബ്സിസ്റ്റൻസ് അലവൻസ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി എംപ്ലോയി. ഓക്കെ, വീണ്ടും വന്നു സബ്സിസ്റ്റൻസ്. ഈ ചോദ്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കുമ്പോൾ നിർബന്ധമായും പിടിക്കേണ്ട തുക ഐറ്റംസ് ഏതൊക്കെയാണ്? എംപ്ലോയിയുടെ ഓപ്ഷൻ മുഖാന്തരം അനുവദിക്കേണ്ട തുക ഏതൊക്കെയാണ്? തീരെ പിടിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ഉറപ്പാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഡിഡക്ഷൻ ഫ്രം സബ്സിസ്റ്റൻസ് അലവൻസ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി എംപ്ലോയി. എംപ്ലോയി ഓപ്ഷൻ തന്നാൽ എന്ത് പിടിക്കാം എന്നാണ്. അതിൽ ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. റീഫണ്ട് ഓഫ് അഡ്വാൻസ് ഫ്രം GPF, ഇൻകം ടാക്സ് കമ്പൽസറി പിടിക്കേണ്ട സാധനമാണ്. ലോൺ ഫ്രം ഗവൺമെന്റ്, അത് നിർബന്ധമായി പിടിക്കേണ്ടതാണ്. ഹൗസ് റെന്റ് നിർബന്ധമായി പിടിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ റീഫണ്ട് ഓഫ് അഡ്വാൻസ് ഫ്രം GPF നിന്ന് എടുത്തിരിക്കുന്ന ലോണ്, അതായത് അഡ്വാൻസ് തിരിച്ചടവ് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഈ സസ്പെൻഷനിലിരിക്കുന്ന അദ്ദേഹം പറയുകയാണ് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം പിടിക്കുക. അതാണ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടീഷൻ ഫോർ അക്വയറിംഗ് ലീവ്. The post must be permanent and officer must be given confirmation. Post must be substantive പോസ്റ്റ് ആയിരിക്കണം. പെർമനന്റ് ഓഫീസറും ആയിരിക്കണം. പെർമനന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺഫർമേഷൻ കിട്ടിയതായിരിക്കും. ഇവിടുത്തെ വാക്ക് അതാണ്. പോസ്റ്റ് മസ്റ്റ് ബി പെർമനന്റ് ആൻഡ് ഓഫീസർ മസ്റ്റ് ബി ഗിവൺ കൺഫർമേഷൻ. കൺഫർമേഷൻ കിട്ടിയ ഓഫീസർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്ഥിരമായ നിയമനമാണ്, ഒഫീഷ്യേറ്റിംഗ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊബേഷൻ മേ ബി ഡിക്ലെയർഡ് in attaining the age of dash even if no obligatory test is passed. ഒരു ഒബ്ലിഗേറ്ററി ടെസ്റ്റുകൾ പ്രൊബേഷൻ ഉണ്ടെങ്കിൽ പോലും എത്ര വയസ്സായാലാണ് ആ ഒബ്ലിഗേറ്ററി ടെസ്റ്റ് ഇല്ലെങ്കിലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത്? അതായത് 50 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒബ്ലിഗേറ്ററി ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. 50 വയസ്സ്, 50 ഇയേഴ്സ് ആണ് അതിന്റെ മാനദണ്ഡമായിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ആൻ ഓഫീസർ നോൺ ബട്ട് നോട്ട് എക്സാക്ട് ഡേറ്റ് ആൻഡ് മന്ത്. ഒരു ഓഫീസറിന്റെ, ഇത് പഴയ കാലത്തുള്ള സംഭവമാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഒരു ഓഫീസറിന്റെ ജനന വർഷം അറിയാം പിന്നെ എന്നാൽ തീയതി അറിയില്ല. അങ്ങനെയുള്ളവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതായിട്ടാണ് കണക്കാക്കുക? ജൂലൈ 1 കണക്കാക്കുക. വർഷം അറിയാം, ഡേറ്റ് അറിയില്ല, ഡേറ്റ് ഓഫ് ബർത്തിന്റെ. അപ്പൊ അങ്ങനെ ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കണക്കാക്കുന്നത് ജൂലൈ 1 അടുത്ത ചോദ്യം. ഓവർ ടൈം അലവൻസ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഫീ, പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ, ഓണറേറിയം. ഓവർ ടൈം അലവൻസ് നമ്മൾ ഓർമ്മിക്കുക. ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് സർക്കാർ റവന്യൂവിൽ നിന്ന് തന്നെയാണ്. സർക്കാർ റവന്യൂവിൽ നിന്ന് എന്തെങ്കിലും ഒരു പേയ്മെന്റ് നടത്തിയാൽ അതിന് നമ്മൾ ഓണറേറിയം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സോ ഹിയർ ഓവർ ടൈം അലവൻസ് ഈസ് ആൻ ഓണറേറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the competent authority to accept the resignation of government servant? ഗവൺമെന്റ് സെർവന്റിന്റെ രാജി സ്വീകരിക്കാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി ആരാണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റി, നിയമനാധികാരിക്ക് രാജിക്കത്ത് സ്വീകരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം റിക്കവറി ഓഫ് GPF സബ്സ്ക്രിപ്ഷൻ ഈസ് ഓഫ് ബേസിക് പേ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യം. അത് KER ഉണ്ട്, അല്ലാത്തതൊക്കെ പറയുന്നുണ്ട്. ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ ബേസിക് പേയുടെ, അടിസ്ഥാന ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ് നിർബന്ധമായിട്ടും GPF അടയ്ക്കേണ്ടത്? സബ്സ്ക്രിപ്ഷനായിട്ട് 6%. ബേസിക് പേയുടെ 6% നിർബന്ധമായിട്ടും GPF അടയ്ക്കണം. നിർബന്ധമായിട്ടാണ്. അതിൽ കൂടുതലാവാം. അദ്ദേഹത്തിന് 10% അടയ്ക്കാം, 15%, 20% അടയ്ക്കാം, 50% ഒക്കെ അടയ്ക്കാം. പക്ഷെ മിനിമം 6% അടച്ചിരിക്കണം. അടുത്ത ചോദ്യം.
വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ഡെപ്യൂട്ടേഷൻ ടു ഫോറിൻ സർവീസ് വിൽ ബി സാങ്ഷൻഡ് അറ്റ് എ ടൈം? അത് വീണ്ടും വന്നിരിക്കുന്നു. അത് 5 ഡെപ്യൂട്ടേഷന് പോകേണ്ട മാക്സിമം ഒരു സ്ട്രെച്ചിൽ കൊടുക്കാൻ പറ്റുന്നത് 5 വർഷമാണ്. അടുത്ത ചോദ്യം, dash is a recurring or non-recurring payment from a source other than the general revenue of the state. Other than the revenue, general revenue, general revenue അല്ലാതെ ഒരു പേയ്മെന്റ് നടത്തിയാൽ അതിന് പറയുന്ന പേരാണെന്ത്? ഫീ എന്നാണ് പറയുന്നത്. സോ ആൻസർ ഫീ. അടുത്ത ചോദ്യം, the period of Dyston for participation in a strike shall count for. സ്ട്രൈക്കിന് പങ്കെടുത്ത ഡയസ്ട്രോൺ പീരീഡ് കൗണ്ട് ചെയ്യുന്ന താഴെ പറയുന്ന ഏതിനാണ്? ഞാൻ പറഞ്ഞുതരാം. പ്രൊബേഷന് കൗണ്ട് ചെയ്യില്ല. ഏൺ ലീവ് കൗണ്ട് ചെയ്യില്ല. മെറ്റേണിറ്റി ലീവ് കൗണ്ട് ചെയ്യില്ല. ഹാഫ് പേ ലീവിന് ഡയസ്ട്രോൺ കൗണ്ട് ചെയ്യും. ഒരു വർഷത്തേക്കാണല്ലോ ഹാഫ് പേ ലീവ് നമ്മൾ കൂട്ടുക. കയറിയ ദിവസം മുതൽ ഒരു വർഷം പൂർത്തിയാവുമ്പോഴാണ് 20 ഒരു ഹാഫ് പേ ലീവ് ഒരു എംപ്ലോയിയുടെ അക്കൗണ്ടിൽ വരിക. അതിൽ 2 ദിവസം സ്ട്രൈക്ക് ചെയ്താൽ ആ 2 ദിവസം നമ്മൾ ഒഴിവാക്കൂല. 2 ദിവസം അടക്കം ഈ ഹാഫ് പേ ലീവിന് കണക്ക് കൂട്ടും. അടുത്ത ചോദ്യം, the period for which the service book of an employee who retired from service shall be retained by the head of office. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് ഒരു എംപ്ലോയി റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് എവിടെയാണ് ഉണ്ടാവുക? പിന്നെ സാധാരണ ഓഫീസർമാരാണെങ്കിൽ ആ റിട്ടയർ ചെയ്ത ഓഫീസിലായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഹെഡ് ഓഫ് ഓഫീസ് ആയിരിക്കും ഈ സർവീസ് ബുക്ക് പിന്നെ എന്ത് ചെയ്യുന്നത്? സൂക്ഷിക്കുന്നത്. അല്ല, ആരാണോ സർവീസ് ബുക്കിന്റെ കസ്റ്റോഡിയൻ അവരാണ് റിട്ടയർ ചെയ്തും ഇത് സൂക്ഷിക്കുക. അപ്പൊ എത്ര കാലം ഇത് സൂക്ഷിച്ചു വെക്കണമെന്നാ? 25 വർഷം സൂക്ഷിച്ചു വെക്കണം. റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് 25 വർഷം സൂക്ഷിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ അത് പറയാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും കയറി വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അതാണ് ഈ നമ്മൾ ഇത്തരത്തിലുള്ള പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പീരീഡ് ഓഫ് ബാർ ഓഫ് ഇൻക്രിമെന്റ്സ് വിത്ത് ക്യുമുലേറ്റീവ് എഫക്റ്റ്. എത്ര കാലത്തേക്കാണ് ഇൻക്രിമെന്റ് മാക്സിമം തടയാൻ പറ്റുക? ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷയാണ്. ആ ഇൻക്രിമെന്റ് തടയുന്ന ഇൻക്രിമെന്റ് നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രത്യേകത ഇതിലുണ്ട്. അപ്പോൾ അത് എത്ര കാലത്തേക്കാ പരമാവധി ക്യുമുലേറ്റീവ് എഫക്റ്റിൽ ഒരു മിനിമം പീരീഡ് കേട്ടോ, മാക്സിമം പീരീഡ് അല്ല. ഒരു ഇൻക്രിമെന്റ് ബാറാക്കുന്നത്, കട്ട് ചെയ്യുന്നത് ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് 1 വർഷമാണ്. മാക്സിമം അല്ല, മിനിമം ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു ശിക്ഷ, ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1, 2, 3 ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ എത്ര കൊല്ലത്തേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് മിനിമം 1 കൊല്ലത്തേക്കായിരിക്കും. അപ്പൊ ആ 1 കൊല്ലത്തേക്ക് കട്ട് ചെയ്യുന്ന ഇൻക്രിമെന്റ്, ബാറാകുന്ന ഇൻക്രിമെന്റ്, അത് ക്യുമുലേറ്റീവ് എഫക്റ്റിലാവുമ്പോൾ ആ ഇൻക്രിമെന്റ് അദ്ദേഹത്തിന് സർവീസിൽ തിരിച്ചു കിട്ടുകയില്ല. അത് ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ദ സർവീസ് പോയി. അതാണ് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഫഷണൽ സർവീസ് വിൽ നോട്ട് ബി റെക്കൻഡ്. അതായത് താൽക്കാലിക സർവീസിലെ ഹയർ ഗ്രേഡിനൊന്നും, ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് കൂട്ടാത്തത് എന്നു മുതലുള്ള താൽക്കാലിക അതായത് നമുക്ക് ഇപ്പോഴാണ്, അടുത്ത കാലത്താണ് സർവീസിൽ ഡെയിലി വേജസ് വരുന്നത്. ഇതിനു മുമ്പ് എല്ലാ സർവീസുകളും നമ്മളെ ത്രൂ എംപ്ലോയ്മെന്റ് ആയിരുന്നു. ഒരു സ്കെയിൽ ഓഫ് പേയുടെ അടിസ്ഥാനത്തിൽ സാധാരണ ജീവനക്കാരെ പോലെ ജോലിയായിരുന്നു. മറ്റേത് ഇപ്പം വന്നിരിക്കുന്ന ഡെയിലി വേജ് സിസ്റ്റത്തിൽ പണിയെടുക്കുന്ന ദിവസം പൈസ കിട്ടും. ഇതൊരു സർവീസ് അല്ല, ഒരു സ്കെയിൽ ഓഫ് പേ ഇല്ല. ആ ദിവസത്തേക്ക് വേണ്ടി ഫിക്സഡ് എമൗണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഡെയിലി വേജിന്റെ പ്രത്യേകത. എന്നാൽ ത്രൂ എംപ്ലോയ്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ അതൊരു സ്കെയിൽ ഓഫ് പേ ഉണ്ടാവും, ഒരു പോസ്റ്റ് ഉണ്ടാവും. അയാൾക്ക് സാലറിയാണ് കിട്ടുന്നത്, മന്ത്ലി സാലറിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ പീരീഡ് പിന്നീടുള്ള സർവീസിൽ ഗ്രേഡിനൊക്കെ കൂട്ടുമായിരുന്നു. എന്നാൽ എന്നതിന് ശേഷമാണ് അത് കൂട്ടാതായത്. 1/10/94 ശേഷമുള്ള ഒരു ടെമ്പററി സർവീസും ഗ്രേഡിന് കൂട്ടുന്നില്ല. 1/10/94 ശേഷമുള്ള സർവീസുകൾ, ടെമ്പററി സർവീസുകൾ ഗ്രേഡിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം,
The provision for Dysnone in KSR, which was deleted in 1988, was reintroduced with effect from the year. അതായത് ഈ ഡയസ്നോൺ എന്ന് പറയുന്ന സംഭവം 1988 ഡിലീറ്റ് ചെയ്ത് പോയതാണ്. അത് പിന്നീട് അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്തത്. ആ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് 2002 അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം. In the case of gazetted officers, payment of substance allowance will be authorized on the basis of sanction by the competent authority. അപ്പോൾ സബ്സ്റ്റൻസ് അലവൻസ് ആരാണ് അംഗീകരിച്ച് നൽകേണ്ടത്? ആരുടെ? ഇൻ ദ കേസ് ഓഫ് ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസർമാരുടെ സസ്പെൻഷനിലായാൽ സബ്സ്റ്റൻസ് അലവൻസ് അംഗീകരിച്ച് നൽകേണ്ടത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം. വേർ ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ ഡൈസ് ബിഫോർ ദ ഡിസിപ്ലിൻ. വീണ്ടും അതേ ചോദ്യം വന്നിരിക്കുന്നു. മരിച്ചാൽ, നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി മരിച്ചാൽ ആ ജീവനക്കാരന്റെ ആ സസ്പെൻഷൻ പീരീഡ് എന്തായിട്ട് കണക്കാക്കുമെന്നാണ്. ആൻസർ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഡ്യൂട്ടിയായി അത് പരിഗണിക്കും. Next question. Advance increments for meritorious service may be granted to both gazetted and non-gazetted officer. Is it correct? Advance increments for meritorious service may be granted to both gazetted and non-gazetted officer. അതായത് ഗസറ്റഡ് ഓഫീസർക്കും നോൺ ഗസറ്റഡ് ഓഫീസർക്കും അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാം. ഏതിന്? അദ്ദേഹത്തിന്റെ സർവീസിലുള്ള മികവ് പരിഗണിച്ച് കൊടുക്കാം. അത് ശരിയാണോ അല്ലയോ എന്നാ ചോദ്യം. കറക്റ്റ് ആണ്. അഡ്വാൻസ് ഇൻക്രിമെന്റ് രണ്ട് വിഭാഗക്കാർക്കും കൊടുക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഇൻസെന്റീവ് ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് ഗസറ്റഡ് ഓഫീസർക്ക് കൊടുക്കാൻ പാടില്ല. നോൺ ഗസറ്റഡിന് മാത്രമേ ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ. അഡ്വാൻസ് ഇൻക്രിമെന്റ് രണ്ട് വിഭാഗക്കാർക്കും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻക്രിമെന്റ് അക്രൂയിങ് consequent on declaration of probation shall be drawn. Increment accruing consequent on declaration of probation shall be drawn എന്നാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ഇൻക്രിമെന്റുകളൊക്കെ എപ്പോഴും 1-ാം തീയതിയാണ് വാങ്ങുക. അത് ഓതറൈസ് ചെയ്യുന്നത് 1-ാം തീയതിയാണ്. ഏത് മാസത്തിന്റെയെങ്കിലും 1-ാം തീയതി ആയിരിക്കും. എന്നാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഇൻക്രിമെന്റ് എപ്പോഴാണ് നമുക്ക് ഓതറൈസ് ചെയ്ത് തരിക? എപ്പോഴാ? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡേറ്റിൽ. ആ ഡേറ്റ് 1 1, അല്ലെ 10 10, അല്ലെ 25 25, ആ ഡേറ്റിലാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മൂലമുണ്ടാകുന്ന ഇൻക്രിമെന്റ് നമുക്ക് ലഭ്യമാകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സർവീസ് റൂൾസ് പാർട്ട് 3 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. പാർട്ട് 3 എപ്പോഴാണ് നിലവിൽ വന്നത്? കേരള സർവീസ് KSRലെ പാർട്ട് 3 എപ്പോഴാണ് നിലവിൽ വന്നത്? അത് കേരള സംസ്ഥാനം രൂപീകരണമായ അന്ന് തന്നെ നിലവിൽ വന്നു. 1/11/1956. 1/11/56 പാർട്ട് 3. പാർട്ട് 1 2 എപ്പോ വന്നു? 1/11/59 വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following purpose joining time is not treated as duty? താഴെ പറയുന്ന ഏത് കാര്യത്തിനാണ് ജോയിനിങ് ടൈം ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാത്തത്? അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നൺ ഓഫ് ദീസ് ആണ്. ജോയിനിങ് ടൈം ശരിക്കും എല്ലാത്തിനും പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ അതിന് പരിഗണിക്കും. ശരിക്കും പരിഗണിക്കാത്ത ഏതാണെന്നാ ചോദ്യം. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യം തൽക്കാലം വിടാം. നൺ ഓഫ് ദീസ് വന്ന ഒരു ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following സർവീസ് ഡു നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെന്റ്? ഇൻക്രിമെന്റിന് പരിഗണിക്കാത്ത സർവീസ് ഏതാണ്? നിങ്ങൾ നോക്കണേ, കേൾക്കണം, ഞാൻ പറയാം. ജോയിനിങ് ടൈം പീരീഡ് അത് ഇൻക്രിമെന്റിന് പരിഗണിക്കുന്നതാണ്. ജോയിനിങ് ടൈം പീരീഡ്. ട്രെയിനിങ് പീരീഡും ഇൻക്രിമെന്റിന് പരിഗണിക്കുന്നതാണ്. ഹാഫ് പേ ലീവ് പീരീഡ് അതും ഇൻക്രിമെന്റിന് പരിഗണിക്കും. നമ്മൾ ഒരു 50 ദിവസം ഹാഫ് പേ ലീവ് എടുത്തു. ആ ഹാഫ് പേ ലീവ് എടുത്താലും ആ പീരീഡും ഇൻക്രിമെന്റിന് പരിഗണിക്കുന്ന ലീവാണ്. അപ്പൊ ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഇതെല്ലാം പരിഗണിക്കുന്നതാണ്. പരിഗണിക്കാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KSR ഈസ് ഗവേൺഡ് ബൈ, അതായത് KSRല് നമ്മൾ അമെൻമെന്റുകൾ വരുത്തുന്നത്, ആ KSRനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് ഏതോ റൂൾ ആയിരിക്കും, ആക്ട് ആണ്. അത് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന് പറയുന്നതാണ് KSRനെ നിയന്ത്രിക്കുന്നത്. KSRലെ അമെൻമെന്റുകളൊക്കെ വരുത്തുന്നത് ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ഔട്ട്സൈഡ് കേരള മാക്സിമം ജോയിന്റ് ടൈം അഡ്മിസിബിൾ ഈസ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരാൾക്ക് മാക്സിമം ജോയിനിങ് ടൈം കൊടുക്കാൻ പറ്റുന്നത് 30 ദിവസം വരെയാണ്. അത് ഔട്ട്സൈഡ് കേരള ആണെങ്കിലാണ് ഈ 30 ഡേയ്സ് നമ്മൾ കൊടുക്കുക. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ഔട്ട്സൈഡ് കേരള മാക്സിമം ജോയിനിങ് ടൈം അഡ്മിസിബിൾ ഈസ് 30 ഡേയ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം പീരീഡ് അലൗഡ് ടു കണ്ടിന്യൂ ഓൺ ഡെപ്യൂട്ടേഷൻ കണ്ടിന്യൂസ്ലി ഈസ്, ചോദ്യം വീണ്ടും വന്നിരിക്കുകയാണ്. അത് 5 years ആണ് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, എ ജേർണി ഓൺ ട്രാൻസ്ഫർ ഈസ് ഹെൽഡ് ടു ബിഗിൻ ഫ്രം, ഒരു ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിടത്തോളം ജേർണി തുടങ്ങുന്നത് എവിടം മുതൽ എവിടം വരെയാണ് എന്നാണ്. ഓഫീസ് ടു ഓഫീസ് അല്ല. ഒരു ട്രാൻസ്ഫർ ആയ വ്യക്തിയുടെ ജേർണി നമ്മൾ KSR റൂൾ പ്രകാരം അതിന്റെ TAയും മറ്റും ക്ലെയിം ചെയ്യാൻ തുടങ്ങുന്നത് എവിടെ നിന്ന്? അദ്ദേഹത്തെ റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന താമസ സ്ഥലത്തിൽ നിന്ന് പുതിയ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന താമസ സ്ഥലത്തേക്കാണ് റെസിഡൻസ് ടു റെസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോസ്റ്റ് ക്രിയേറ്റഡ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് വിത്ത് ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ, ലിമിറ്റഡ് പീരീഡിലേക്ക് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ലിമിറ്റഡ് പീരീഡ് ആണ്. റേറ്റ് ഓഫ് പേ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷേ ലിമിറ്റഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് ടെമ്പററി പോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ ടച്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരുന്നു. വിച്ച് among the following is a compulsory deduction from subsistence allowance? കമ്പൽസറി ഡിഡക്ഷൻ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, HRA എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് നമുക്ക് പറഞ്ഞല്ലോ, ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് HRA മാസം മാസം ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയാണ്. അപ്പോൾ അത് നിർബന്ധമാണ്. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ലോണ്, കോപ്പറേറ്റീവ് ലോൺ, ഇത്രയും സാധനം നിർബന്ധമാണ്. അപ്പോൾ എത്ര എണ്ണായി? 5 എണ്ണായി. അത് ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ്, HRA, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗവൺമെന്റിലേക്ക് ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ, പിന്നെ കോപ്പറേറ്റീവ് ലോണുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറിൽ ഡിഡക്ഷൻസ് ടു സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് കമ്പൽസറി അല്ല. LIC പ്രീമിയം ഡിഡക്ഷൻ കമ്പൽസറി അല്ല. സബ്സ്ക്രിപ്ഷൻ ടുവേഴ്സ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, അപ്പൊ അത് നമ്മൾ മുഴുവനും പഠിച്ചു വെച്ചാലേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു സബ്സിസ്റ്റൻസ് അലവൻസ് നിന്ന് കമ്പൽസറി പിടിക്കേണ്ടത് ഇൻകം ടാക്സ്, HRA, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ലോൺ, കോപ്പറേറ്റീവ് സൊസൈറ്റി ലോൺ, ഇത്രയും കമ്പൽസറി ആണ്. ഓപ്ഷണൽ എന്ന് പറയുന്നത് SLI, GPFൽ നിന്നെടുത്ത ലോൺ തിരിച്ചടവ്, ലോൺ അഡ്വാൻസ് റീപേയ്മെന്റ്, അതാണ് ഓപ്ഷണൽ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സബ്സിസ്റ്റൻസ് അലവൻസ് വാങ്ങുന്നയാള് ആവശ്യപ്പെട്ടാൽ പിടിക്കാം, തീരെ പിടിക്കാൻ പാടില്ല. സബ്സിസ്റ്റൻസ് അലവൻസ് പിടിക്കാനേ പാടില്ലാത്തത് 3 എണ്ണം ഉണ്ട്. അത് ഗ്രൂപ്പ് ഇൻഷുറൻസ്, PFലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ, പിന്നെ റിക്കവറി ടു ഗവൺമെന്റ്, പിന്നെ കോർട്ട് അറ്റാച്ച്മെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ 5, 2, 3 ഇതാ അവസ്ഥ. കമ്പൽസറി പിടിക്കേണ്ടത് 5 എണ്ണം, ഓപ്ഷനിൽ പിടിക്കേണ്ടത് 2 എണ്ണം, തീരെ പിടിക്കാൻ പാടില്ലാത്തത് 3 എണ്ണം. നീ പറയണ്ട തോന്നുന്നു, മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ എന്താ ഒരിക്കൽ കൂടി പറയാം? കമ്പൽസറി ഇൻകം ടാക്സ്, HRA, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ലോൺ, കോപ്പറേറ്റീവ് സൊസൈറ്റി ലോൺ. ഓപ്ഷനിലായിട്ട് പിടിക്കാൻ പറ്റുന്നത് SLIയിലേക്കുള്ള ഡിഡക്ഷൻസ്, GPFലേക്കുള്ള ലോൺ, അതായത് PFൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അതിന്റെ റിക്കവറി. ദെൻ നിർബന്ധമായിട്ടും പിടിക്കാൻ പാടില്ലാത്തത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സബ്സ്ക്രിപ്ഷൻ, പ്രോവിഡന്റ് ഫണ്ട് സബ്സ്ക്രിപ്ഷൻ, ഗവൺമെന്റിലേക്കുള്ള റിക്കവറി, കോർട്ട് അറ്റാച്ച്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് ദ പേ റീച്ചസ് ദ മാക്സിമം ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ഇൻക്രിമെന്റ് ഈസ് എലിജിബിൾ. അതെ, ഒരു സ്കെയിൽ ഓഫ് പേയുടെ പരമാവധിയിൽ എത്തിയാൽ ഏത് ഇൻക്രിമെന്റ് ആണ് അർഹത എന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്കെയിൽ ഓഫ് പേ ഇപ്പോൾ 41,600, 87,000 എന്ന് പറഞ്ഞ സ്കെയിലിന്റെ 87,000ൽ പരമാവധിയിൽ എത്തിയാൽ
അയാൾക്ക് പിന്നെ കൊടുക്കുന്ന ഇൻക്രിമെന്റിനാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ദ ആൻസർ ഈസ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർവീസ് ബുക്സ് ഷുഡ് ബി വെരിഫൈഡ് ഇൻ എവരി ഇയർ ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. സർവീസ് ബുക്ക് എല്ലാ വർഷവും വെരിഫൈ ചെയ്തിരിക്കണം. ആര്? ഹെഡ് ഓഫ് ഓഫീസ് വെരിഫൈ ചെയ്തിരിക്കണം. എപ്പോഴാണെന്നാണ് ചോദ്യം. അത് ഏപ്രിലാണ്. ഏപ്രിൽ മാസത്തിലാണ് സാധാരണഗതിയിൽ ഈ പിന്നെ സർവീസ് ബുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് പിന്നെ സർവീസ് വെരിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു വാചകം എല്ലാം ചെക്ക് ചെയ്യും. നമ്മുടെ സർവീസ് ഈ കഴിഞ്ഞ കാലത്ത് ഒരു കൊല്ലം ചെയ്ത എല്ലാം നമ്മൾ കൊടുത്ത ഇൻക്രിമെന്റ്. അപ്പോൾ അത് നമ്മൾ സർവീസ് വെരിഫൈഡ് ഫ്രം 1/4/2022 ടു 31/3/2024, 23 to 24. സർവീസ് ഹാസ് ബീൻ വെരിഫൈഡ് ഫ്രം 1/4/2022 ടു 31/3/2023 വിത്ത് വെരിഫൈഡ് വിത്ത് അക്വിറ്റൻസ്, അറ്റൻഡൻസ് രജിസ്റ്റർ ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നൊരു വാചക ശരിക്കും അത് നമ്മൾ ചിലയിടത്ത് സീലായിട്ട് വെക്കും. എന്നിട്ട് അടിയിൽ സർവീസ് ബുക്കിന്റെ അടിയിൽ ഈ സീൽ വെച്ചതിന് ശേഷം അടിയിൽ ഒപ്പും. അപ്പോൾ അതുവരെയുള്ള സർവീസ് വെരിഫൈ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവരുടെയും സർവീസ് ബുക്ക് എല്ലാ വർഷവും വെരിഫൈ ചെയ്യണം. അതിനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസമാണ്. എവരി ഏപ്രിലാണ് അത് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അടുത്തൊരു ചോദ്യം. എ മന്ത് ഫ്രം 10/2/2022 എൻസ് ഓൺ. 10/2/2022 മുതൽ ഒരു മാസം അവസാനിക്കുന്നത് എപ്പോഴാണ്? അതിവിടെ നൺ ഓഫ് ദി അബോവ് ആണ് ചോദിച്ചിരിക്കുന്നത്. 10/2/2022 തുടങ്ങിയ ഒരു മാസം അവസാനിക്കുന്ന എപ്പോഴാ? 9/3/2022 ആണ്. അതായത് ഒരു മാസം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തലേന്ന് അടുത്ത മാസമാണ് അവസാനിക്കുക. ഇപ്പൊ 10/2/2022 ആരംഭിച്ച് ഒരു മാസം എന്ന് പറയുന്നത് 9/3/2022 അവസാനിക്കും. ഓക്കെ. അടുത്ത ചോദ്യം. ഡയസ്നോൺ മീൻസ്. ആൻസർ ഡയസ്നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. നോ വർക്ക് നോ പേ. പണിയില്ല, ശമ്പളമില്ല. അടുത്ത ചോദ്യം. ഹൂ ഈസ് ദ അതോറിറ്റി കോമ്പിറ്റ് ടു അക്സെപ്റ്റ് റെസിഗ്നേഷൻ? അത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്, വീണ്ടും പറയുന്നില്ല. ജനറൽ റവന്യൂ ഓഫ് കേരള ഇൻക്ലൂഡ്. കേരളത്തിന്റെ ജനറൽ റവന്യൂവിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം പറയുന്നത്. എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു നമുക്കത് അറിയുന്ന കാര്യമാണ്. പിന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് കേരള. അത് 3 ജനറൽ റവന്യൂവിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. പേയ്മെന്റ് റിസീവ്ഡ് ബൈ ആൻ ഓഫീസർ ഫ്രം എ സോഴ്സ് അതർ ദാൻ ദി ജനറൽ റവന്യൂ. ജനറൽ റവന്യൂ അല്ലാതെ ഒരു സോഴ്സിൽ നിന്ന് ഒരു പേയ്മെന്റ് കിട്ടിയാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ടൈംസ് എ ഗവൺമെന്റ് എംപ്ലോയി ക്യാൻ ഡ്രോ ട്രാവലിംഗ് അലവൻസ് അപ്പിയർ ഫോർ ആൻ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ സംബന്ധിക്കുന്നത് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ട്രാവലിംഗ് അലവൻസ് കിട്ടും. ടി എ. എന്തിന്? ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ടി എ കിട്ടും. ആ ടി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ടി എ അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടി എ കിട്ടുള്ളൂ. നിയമത്തിൽ ടി എ ഉണ്ടെങ്കിലും അതിന് ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അതിനായി അലോട്ട്മെന്റ് കിട്ടില്ല. അപ്പോൾ എന്നാലും റൂൾ അനുസരിച്ച് ഈ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാൻ പോകുന്നവർക്ക് ടി എ ലഭിക്കും. ആ ടി എ എത്ര തവണ ലഭിക്കും എന്നാ ചോദ്യം. ശ്രദ്ധിച്ചു വെച്ചോളണം. ഒരുപാട് തവണ ഇങ്ങനെ തോറ്റ് കടന്നാൽ ടി എ കിട്ടില്ല. 2 തവണ മാത്രമേ ടി എ ലഭിക്കുകയുള്ളൂ. മാക്സിമം 2 തവണ വരെ. ഓക്കെ. വിച്ച് ലീവ് എമംഗ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ സാങ്ഷനിങ് നോർമൽ ഇൻക്രിമെന്റ്. സാധാരണ ഇൻക്രിമെന്റിന് കൗണ്ട് ചെയ്യാത്ത ഒരു സാധനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ഏൺ ലീവ് ഫോർ 3 months ടേക്കൺ ഫോർ ജോയിനിങ് സ്പൗസ് എബ്രോഡ്. അപ്പൻഡിക്സ് 12C നോട്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ലീവ് എടുത്താലാണ് അത് ഈ എന്തിന് കണക്ക് കൂട്ടാത്തത്? ഇൻക്രിമെന്റിന് കണക്ക് കൂട്ടാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ പറയുന്നത് ഏൺ ലീവ് ആണ് ആദ്യത്തെ എടുത്തിരിക്കുന്നത്. ഏൺ ലീവ് പരിഗണിക്കുന്നതാണ്. അത് പിന്നെ
ഗൾഫിലുള്ള വിദേശത്തുള്ള സ്പൗസിനെ സന്ദർശിക്കാനാണെങ്കിൽ പോലും അത് അപ്പൻഡിക്സ് 12C വെച്ചിട്ടാണ് അത്, പക്ഷെ ഏൺ ലീവ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് ബാധകമല്ല. ലീവ് വിത്തൗട്ട് അലവൻസ് ടു ഇൻ കണ്ടിന്യൂഷൻ ഓഫ് മെറ്റേണിറ്റി ലീവിനെ തുടർന്നെടുത്തിരിക്കുന്ന 60 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടാതെയുള്ള ലീവ്, അതും ഇൻക്രിമെന്റിന് കൗണ്ട് ചെയ്യും. അത് പ്രത്യേക ഒരു ആനുകൂല്യം. ഇൻ കണ്ടിന്യൂഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ് 60 days ഈസ് അഡ്മിസിബിൾ ആസ് LWA വിത്തൗട്ട് MC എന്നാ പറയാം. മൂന്നാമത്തെ ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള LWA ലീവ് വിത്തൗട്ട് അലവൻസ്, അതും ഇൻക്രിമെന്റിന് കൂട്ടും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഇൻക്രിമെന്റിന് കൂട്ടും. അടുത്തത് LWA ടേക്കൺ അതർവൈസ് ദാൻ എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾ LWA എടുത്തു, 3 മാസം എടുത്തെന്ന് വെച്ചോ, അയാളുടെ ആ സർവീസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള സർവീസാണ്, അത് ഇൻക്രിമെന്റിന് കൗണ്ട് ചെയ്യുന്നതല്ല എന്നതാണ് ആൻസർ. ഓക്കെ, ചോദ്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അരമണിക്കൂറിന് മുകളിലായി. അപ്പോൾ അടുത്തത് ഈ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്തത് വീണ്ടും ക്ലാസ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ ക്ലാസ് 7ാമത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.